വി ഡി സതീശൻ എന്തോ വലിയ കുഴപ്പത്തിലായി എന്നുള്ള മട്ടിൽ പ്രചാരണം നടക്കുന്നുണ്ട്. സത്യത്തിൽ രാഷ്ട്രീയ ചരിത്രം അറിയുന്നവരാരും അങ്ങനെയൊന്നും പറയില്ല. കാരണം ഒരു മുഖ്യമന്ത്രി നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയാൽ ആ മുഖ്യമന്ത്രിക്ക് ജനം കൊടുക്കുന്ന ഒരു ടൈമുണ്ട്. അതിനെക്കുറിച്ചൊരു വിവരമില്ലാത്തവരാണ് അയ്യോ അവിടെ കോൺഗ്രസ്സിലെന്തോ വലിയ പ്രതിസന്ധിയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്തോ പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ മന്ത്രിസഭ എന്തോ പ്രതിസന്ധിയിലാണെന്ന് മട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് കുറിച്ച് എന്തെല്ലാം ബഹളം മാധ്യമങ്ങളുണ്ടാക്കിയാലും എന്തെല്ലാം ബഹളം കോൺഗ്രസിനകത്ത് തന്നെ വന്നാലും ശരി, സതീശനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് ഏത് കാലഘട്ടത്തിലും ഭരണത്തിലേറുന്ന ആളുകൾക്ക് അതുണ്ട്. പിണറായി വിജയനും ഉണ്ടായിരുന്നു, പിന്നെ വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിക്കുണ്ടായിരുന്നു, കരുണാകരനുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനെ ഒന്നും പെട്ടെന്നൊന്നും തച്ചുടയ്ക്കാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കണം. ജനങ്ങളെ ഈ ഒരു ദിവസം 2 ദിവസം മാധ്യമങ്ങൾ കാണുന്ന ആഘോഷത്തൊന്നും ജനങ്ങൾക്കൊരു പ്രശ്നമല്ല. ജനങ്ങൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പെട്ടെന്നൊരു തീരുമാനമല്ല. ജനങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഭരിച്ചിരുന്ന സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ടും പുതിയ സർക്കാരിൻ്റെ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് നേതാക്കൾ നടത്തിയ പ്രകടനങ്ങളെ വിലയിരുത്തിയുമൊക്കെയാണ് ജനം വോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ കേരളത്തിന് ഒരറ്റം മുതൽ മറ്ററ്റം വരെ ജനങ്ങൾ ഒരുപാട് ചിന്തിക്കത്തില്ലല്ലോ. ചില പ്രദേശങ്ങൾ മാത്രം മതിയല്ലോ. അപ്പോൾ അത് വർഗീയതയ്ക്കെതിരെ അതീതമായിട്ട്, പിന്നെ ഈ രാഷ്ട്രീയ നിലപാടുകൾക്ക് അതീതമായിട്ട് ജനം ഒരു വിധിയെഴുത്ത് നടത്തുമ്പോൾ ജനത്തിൻ്റെ അഭിപ്രായമുണ്ട്. ആ ഒരു അഭിപ്രായ രൂപീകരണത്തിൻ്റെ ഭാഗമാണത്. അവർ പെട്ടെന്ന് അഭിപ്രായം മാറ്റില്ല. അത് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നിപ്പം ഒരു വിവാദം ഉണ്ടാകുന്നു. KSU മുഖ്യമന്ത്രിയായിട്ട് വലിയ വിവാദം, KSUവിൻ്റെ നേതാവ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നു, ഉടനെ എന്തോ ഇടിഞ്ഞു വീഴാൻ പോകുന്നുള്ള മട്ടിൽ. ഇതൊക്കെ ഇതിനകത്തെ കൊച്ചു കൊച്ചു രാഷ്ട്രീയ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റുകളാണ്. ഒരു മാസം കഴിയുമ്പം ഈ വിവാദം അവിടെ ഇല്ല. ഇപ്പം PM-ശ്രീ വിവാദത്തെക്കുറിച്ച് വലിയ നമ്മൾ കേട്ടു. ഇപ്പം ഈ ഗവൺമെൻറ്റിനെ കുഴപ്പത്തിലാക്കാൻ പോകുന്ന സംഗതിയാണ് PM-ശ്രീ ഈ വിവാദം എന്ന് പറഞ്ഞു. വിഴിഞ്ഞത്തിനെ സംബന്ധിച്ച് വിഴിഞ്ഞ തുറമുഖ നഗരം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 10,000 കോടി രൂപയുടെ നിക്ഷേപം വരുമെന്ന് സതീശൻ പറഞ്ഞു. ആ നിക്ഷേപം ഇല്ല എന്ന് ടാറ്റയുടെ പ്രതിനിധി പറഞ്ഞു എന്ന് പറഞ്ഞ വിവാദം. ഇത് സത്യം പറയുന്നത് ആ കൂടെ ഇതൊക്കെ അന്നേ ദിവസം ചാനലുകളിൽ ചർച്ച നടത്താനായിട്ടും സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്കും ആ ഒരു തലത്തിൽ നിൽക്കുന്ന ബുദ്ധിജീവികൾക്കൊക്കെ ചർച്ച ചെയ്യാനുമുള്ള ഒരു വിഷയമെന്നപ്പുറത്തേക്ക് ഇത് ഭരണത്തെയോ ഒരു മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയോ ഒക്കെ അങ്ങനെ മാറ്റത്തില്ല. പിന്നെ എപ്പോഴാണ് ഇത് മാറുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ മതി. ഇത് PT ചാക്കോയുടെ കാലം തൊട്ട് തുടങ്ങിയതാണ്. എപ്പോഴും UDF-ൻ്റെ ഒരു ഭരണം അധികാരത്തിലേറിയാൽ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്ക് ആ നേതൃത്വം മാറ്റാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ഉണ്ടാവും അതിനകത്ത്. അത് അധികാരത്തിന് വേണ്ടിയുള്ള മോഹമാണ്. അതെന്നും ഉണ്ടായിട്ടുണ്ടത്. ഇത് കഴിഞ്ഞ 4 പതിറ്റാണ്ടായിട്ട് ഇത് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വി ഡി സതീശനെതിരായിട്ടും ആ നീക്കം ഉണ്ടാവും. ഇപ്പോഴല്ല, 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കോൺഗ്രസിനുള്ളിലെ ആരെങ്കിലും വി ഡി സതീശനോട് എതിർപ്പുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട സംഗതി അവരിപ്പോൾ പതുങ്ങിയിരുന്ന് ഇപ്പോൾ സർക്കാരിന് മുൻ സകല പിന്തുണയും കൊടുത്തിട്ട് ഒരവസരം നോക്കിയിരുന്നിട്ട് വേണം വി ഡി സതീശനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട്. അങ്ങനെയാണ് ഇതിന് മുമ്പുള്ളവരൊക്കെ ചെയ്തിട്ടുള്ളത്. അതല്ലാതെ ഓരോരോ കൊച്ചു കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെ ഊതിപ്പെരിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ജനം ചിരിക്കും. വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നിങ്ങൾ ആരെല്ലാം അഭിപ്രായ വ്യത്യാസം പറഞ്ഞാലും സാധാരണ ജനങ്ങളുടെ ഇടയിൽ, ഇവിടുത്തെ ഇടത്തരം ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. അവർക്ക് വലിയ വിശ്വാസവുമാണ്. ഏത് ചടങ്ങിൽ പോയി വി ഡി സതീശൻ പ്രസംഗിച്ചാലും നിങ്ങൾ നോക്കണം, ഏത് സോഷ്യൽ മീഡിയയിലേക്ക് പോയാൽ അതിനെക്കുറിച്ചുള്ള ആ പ്രസംഗങ്ങളുടെ ക്ലിപ്പിങ്സ് അത് കാണാൻ വേണ്ടി ആളുകൾക്ക് താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ വായനയുടെ ബലം, ഇതെല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരാണെങ്കിൽ ശരി, അതിനകത്ത് പുറത്തുള്ള ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോഴത്തെ പ്രതിപക്ഷം വളരെ ദുർബലമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളാരും തർക്കിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ദുർബലമായ ഒരു പ്രതിപക്ഷം നിൽക്കുന്ന കാലത്തോളം കോൺഗ്രസ്സിലോ UDF-ലോ ആരെങ്കിലും വിചാരിച്ചാൽ പോലും ഭരണ നേതൃത്വം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ പ്രതിപക്ഷം ആദ്യം ഒന്ന് ശക്തി പ്രാപിക്കട്ടെ. സാധാരണ എന്താ ചെയ്യുന്നത്? UDF ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കോൺഗ്രസിനകത്ത് ഒരു അധികാരമാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും അസംതൃപ്തിയുള്ളവരൊക്കെ ഈ കോൺഗ്രസിനകത്ത് ധാരാളം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അവർ ചെയ്യേണ്ട സംഗതി അവർ ഈ പ്രതിപക്ഷവുമായിട്ട് ചേർന്നാണ് അവരെപ്പോഴും ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ വിത്തുകൾ പ്രതിപക്ഷത്തേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് പ്രതിപക്ഷം അത് വളർത്തിയെടുക്കുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി. ആ വിത്തറിയാൻ സമയമായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പം ആ വിത്തറിയാൻ ശ്രമിച്ചാൽ അത് എറിയുന്നവർക്ക് അത് ഭയങ്കരമായിട്ട് തിരിച്ചടിക്കും. എന്തുകൊണ്ടാണ് ഇത് മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാമാന്യ രാഷ്ട്രീയ ബോധം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണിത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് വി ഡി സതീശനിൽ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹം സാധാരണ നേതാക്കൾക്ക് അതീതമായിട്ട് കേരളത്തെക്കുറിച്ച് ഒരു വിഷൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അത് നടപ്പാക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പരാജയം ഉണ്ടായാൽ അദ്ദേഹത്തിന് ജനങ്ങളുടെ ആ വിശ്വാസം നഷ്ടപ്പെടും.
പക്ഷെ അത് ഒരു ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 1 മാസം കൊണ്ട്, 1 വർഷം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. 1-2 വർഷം കഴിയുമ്പോൾ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തിയ വാഗ്ദാനങ്ങളും അദ്ദേഹത്തിന് നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വി ഡി സതീശന് തിരിച്ചടിക്കും. പക്ഷേ ഇപ്പോൾ വി ഡി സതീശനെ ആർക്കും തൊടാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ വേണം. ഇപ്പോൾ KSUവിൻ്റെ വിവാദമാണെങ്കിലും ശരി, വിഴിഞ്ഞത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ശരി, ഈ ഗവൺമെൻറ് ലീഡർമാരുടെ പ്രശ്നങ്ങളാണെങ്കിലും ശരി, ചർച്ചയൊക്കെ നടക്കും. ആ ചർച്ച കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാരും ഉണ്ടാവും എന്നുള്ളതല്ലാതെ ഒരു മാറ്റവും ഒരു ചലനവും സർക്കാരിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല, ആദ്യം മനസ്സിലാക്കുക. പക്ഷേ ഈ സർക്കാർ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് പണമാണ്. പണം ഉണ്ടാക്കാനായിട്ട്, പണം ലഭ്യമാക്കുന്ന കാര്യത്തിൽ, പണം ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ നിക്ഷേപം കൊണ്ടുവരുന്ന കാര്യത്തിൽ സതീശൻ എന്തെങ്കിലും വീഴ്ച ഉണ്ടായാൽ അതൊരു ദിവസം 2 ദിവസം കൊണ്ടാകുന്ന കാര്യമല്ല. ആളുകൾ വിലയിരുത്തുന്നത് ഒരു 1-2 വർഷം കൊണ്ടായിരിക്കാം. അതിൽ സതീശന് പരാജയം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും സതീശനെ ബാധിക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസരത്തിൽ സതീശനെതിരായിട്ടുള്ള ഒരു നീക്കവും നടക്കാൻ പോകുന്നില്ല. കാരണം ജനപിന്തുണ സതീശനുണ്ട് എന്നുള്ളതാണ് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യം.